രാഷ്ട്രീയ പ്രവർത്തകരുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ദല്ലാൽ നന്ദകുമാർ. ദല്ലാൽ നന്ദകുമാറിന് ഏഷ്യാനെറ്റുമായിട്ടും ബന്ധമുണ്ട്. നമുക്ക് കുറച്ച് നാൾ മുൻപിലേക്ക് പോവാം. ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സരിത കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട്, ഞാൻ ഈ എഴുത്തുകൊണ്ട് ആരുടെ അടുത്ത് പോയി? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് പോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ പറഞ്ഞു, ഞാൻ ഇയാൾ കടന്നു വരുന്ന കണ്ടപ്പോൾ ഡൽഹി കേരള ഹൗസിൽ വെച്ച് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോഴത് ദല്ലാൽ നന്ദകുമാർ അംഗീകരിച്ചു. പിന്നീട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. കേക്ക് ഞാനത് ക്ലാരിഫൈ ചെയ്യാം. അതായത് പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ എന്താ പറഞ്ഞത്? 2016 മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്ത് 3 ദിവസത്തിനുള്ളിൽ വിക്ടിമിന്റെ കൂടെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടെന്നാണ്. അങ്ങനൊരു സംഭവം ഇല്ല. അദ്ദേഹം 2016 മുഖ്യമന്ത്രിയായിട്ട് ഇന്നേ നിമിഷം വരെ ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണാനോ സമീപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം സരിത സോളാർ കേസ് പിണറായി വിജയനെതിരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാധ്യമങ്ങൾ സർവത്ര ഗൂഢാലോചന നടത്തി വാർത്തകൾ ഓരോന്ന് എത്തിച്ചു കൊണ്ടുവന്നിരിക്കുമ്പോൾ അപ്പോഴാണ് ഒരു CBI റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ CBI റിപ്പോർട്ടിൽ അന്വേഷണം വേണ്ട എന്നുള്ളത് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന കാര്യം വരെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ എഴുത്ത് യഥാർത്ഥത്തിൽ സരിത പുറത്തുവിട്ട എഴുത്ത് ദല്ലാൽ നന്ദകുമാർ വഴിയാണ് ഏഷ്യാനെറ്റിന് എത്തിയത് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോഴേ ഏഷ്യാനെറ്റ് ആ വാർത്തയിൽ നിന്ന് ഓടിപ്പോയി. നമുക്ക് ആ കാര്യം ഒന്ന് കാണാം. സോളാർ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഒന്നൊന്നായി പുറത്തു വരുന്നത്. സോളാർ കേസിൽ പരാതിക്കാരിയുടെ കത്ത് കൈവശപ്പെടുത്താൻ ഏഷ്യാനെറ്റ് ന്യൂസ് പണം നൽകിയതായി CBI അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം. 50 ലക്ഷം നൽകിയാണ് കത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് സ്വന്തമാക്കിയത്. സാക്ഷി വിനുകുമാറിന്റെ മൊഴി. കത്ത് മാധ്യമങ്ങൾക്ക് കൈമാറാൻ CPM നേതൃത്വം നന്ദകുമാറിൽ സമ്മർദ്ദം ചെലുത്തിയതായും സാക്ഷിയുടെ മൊഴിയുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സഹതാപ വാർത്തകൾ കൊണ്ട് നിറയ്ക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായപ്പോൾ പതുക്കെ ഏഷ്യാനെറ്റ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഷംസീറിനും വീണ ജോർജിനും മന്ത്രിസ്ഥാനം പോകുന്നു, അടുത്ത മന്ത്രിമാർ വരുന്നു എന്നുള്ള മാധ്യമ ചർച്ചയ്ക്ക് വഴിവെച്ചുകൊണ്ട് ഈ വാർത്തകളിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നന്ദകുമാറും ഈ ഒരു വെളിപ്പെടുത്തലിൽ നിന്ന് തൽക്കാലം മാറി നിന്നു. പുതിയ വെളിപ്പെടുത്തൽ വരുമ്പോൾ EP ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയാണ് എന്നൊരു അഭിപ്രായം നമുക്ക് പറയാനില്ല, അങ്ങനെ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ വെളിപ്പെടുത്തൽ ആർക്കെതിരെയാണ് ഉണ്ടായത്? ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കെതിരെയും അദ്ദേഹം പോയതാണ്. ആ ഡീലിന്റെ പുറത്താണ് പോണത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നത് ശോഭ സുരേന്ദ്രനെതിരെയും. ശോഭന സുരേന്ദ്രൻ എന്താണ് ബാങ്ക് അക്കൗണ്ടിൽ കണ്ട പേര്, അദ്ദേഹത്തിനെതിരെയാണ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശോഭ സുരേന്ദ്രൻ മറ്റു കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിൽ സത്യമുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ശോഭ സുരേന്ദ്രനാണ്. ഇന്ന് നടന്ന മാധ്യമ ചർച്ചയിൽ അത് തെളിയിക്കാനായിട്ട് പൊതു ചർച്ചയ്ക്ക് വിളിക്കുകയാണ് TG നന്ദകുമാർ. അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. ആ സംഭാഷണം ശോഭാ സുരേന്ദ്രൻ കേട്ടു എന്നാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും EP പറഞ്ഞതായി ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാർത്ത പറയുന്നതിന് ഇടയിൽ തന്നെ TJ നന്ദകുമാറിനെ വിളിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തക. TJ നന്ദകുമാറിന്റെ വെർഷൻ കൂടി നമുക്കൊന്ന് കേൾക്കാം. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശുദ്ധ അസംബന്ധം. ഞാൻ എത്ര വട്ടം പറഞ്ഞു. EP ജയരാജനുമായിട്ട് ശോഭാ സുരേന്ദ്രൻ കണ്ടിട്ട് പോലുമില്ല. എവിടെ വച്ച് ഒരു കാര്യം ചെയ്യാം, ശോഭാ സുരേന്ദ്രനും ഞാൻ തയ്യാറാണ്. ഞാനിപ്പോ കേരളത്തിലല്ല, പുറത്താണ്. ഞാൻ നാളെ വരാം. മനോരമ ചാനല് എന്നെയും ശോഭ ഇരുത്തി ഒരു മുഖാമുഖം നടത്തുക. വെറുതെ ശുദ്ധ ശോഭാ സുരേന്ദ്രൻ BJPയിൽ ക്ലച്ച് പിടിക്കാണ്ട് വന്നപ്പോ മണത്തറിഞ്ഞ് ജാവദേക്കറും ഞാനും രാമനിലയത്തിലുണ്ടെന്നറിഞ്ഞ് അവിടെ വലിഞ്ഞു കയറി വന്ന് ഒരു റൂമിൽ കുത്തിയിരുന്നതല്ലാതെ ശോഭയ്ക്ക് ഒരു റോളുമില്ലായി. ശോഭാ സുരേന്ദ്രൻ EP ജയരാജനുമായി കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ EP ജയരാജനുമായി സംസാരിച്ചിട്ടില്ല. EP ജയരാജൻ ഡൽഹിയിലോ ഗൾഫിലോ പോയിട്ടില്ല. ഇത് ശോഭാ സുരേന്ദ്രൻ സുധാകരൻ കൂട്ടുകെട്ട് ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നമാണ്. ഒരു കാരണവശാലും EP-യുമായി ശോഭയ്ക്ക് ബന്ധമില്ല. ഞാൻ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു, അത് നടക്കാതെ വന്ന് ശോഭയെ നമ്മൾ ഒഴിവാക്കിയപ്പോൾ രാജുവിനെ അദ്ദേഹത്തിന്റെ മകനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് രാജുവിന്റെ ഫോണിൽ നമ്പർ വാങ്ങി വാട്സപ്പ് രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് നിരന്തരം മെസ്സേജ് അയച്ചപ്പോൾ രാജു ഇത് ബ്ലോക്ക് ചെയ്ത്. മാഡം, ശോഭാ സുരേന്ദ്രനെ തൃശ്ശൂരെ വാടക വീട്ടിൽ 2 അല്ല 4 തവണ കണ്ടു. ഒരു തവണ അവരുടെ സംരക്ഷിത ഹസ്ബൻഡ് മോഹൻദാസും ഉണ്ട് ആ കൂടിക്കാഴ്ചയിൽ. ഒരു തവണ അവരുടെ വിദേശത്ത് പോയ മകനും ഉണ്ട്. എന്നെ പരിചയപ്പെടുത്തി. സത്യമാണ്. അതെന്തിനാണെന്നറിയാമോ? 2016 ശോഭ BJP വിടാൻ തീരുമാനിച്ചു. കേക്ക്. എന്നിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് അന്ന് ശോഭ 2016 ശോഭയ്ക്ക് ഒരു റോളും കിട്ടാണ്ട് ശോഭ ഒറ്റപ്പെട്ട് ഓർക്കണം. അന്വേഷിച്ചു നോക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറയൂ. എന്നിട്ട് ശോഭ വടക്കാഞ്ചേരിയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയാവാനായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു. പക്ഷെ ശോഭ ആവശ്യപ്പെട്ട തുക കൂടിപ്പോയി. അടിച്ച കള്ളിയാണ് ശോഭ.
2016 അല്ലെങ്കിൽ ശോഭ തൃശ്ശൂർ തൂത്തുവാരി LDF, 2016 21 അറിയാലോ. ഇല്ലേ ശോഭ MLA ആണ്. ശോഭ BJP വിടാൻ തീരുമാനിച്ച ആളാണ്. ഞാൻ പിന്നെ കുറച്ച് ശോഭ അങ്ങോട്ട് ഈ ഒരു അനാവശ്യമായ കാര്യങ്ങൾ പറയണം. 2016 ശോഭ BJP വിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയാവാൻ വടക്കാഞ്ചേരി, കാരണം ശോഭയുടെ വീട് ഇരിക്കുന്ന വടക്കാഞ്ചേരിയിലാണ്. എനിക്കറിയില്ലായിരുന്നു അന്ന്, തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ. ആ ശ്രമം നടത്തിയ ശോഭയാണ് ഇപ്പൊ EP ജയരാജനെ തള്ളിപ്പറ. ശോഭയും ഞാൻ മനോരമ അറേഞ്ച് ചെയ്യും. ഞാനിപ്പോ പുറത്താണ്, നാളെ ഞാൻ കൊച്ചിയിലെത്താം. ശോഭയും ഞാനും ഇരുന്നിട്ട് മുഖത്തോട് മുഖം ശോഭ പറയട്ടെ, തെളിവ് സഹിതം. ഞാൻ തെളിവ് സഹിതം തെളിയിക്കാം ശോഭ എന്താണ് ചെയ്തതെന്ന്. എന്റെ കയ്യിൽ മെസ്സേജുകളും. ഞാനിതൊന്നും ഒരു മാന്യതയുടെ പേരിൽ പുറത്തു വിടാത്താണ്. വെറുതെ EP ജയരാജനെ തേജോവധം ചെയ്യാണ് ശോഭ കയറി. ഒരു ബന്ധവുമില്ല. നാളെ മനോരമ അറേഞ്ച് ചെയ്യും, മുഖാമുഖം. ഞാൻ ഇതേ കാര്യം തന്നെ TG നന്ദകുമാർ റിപ്പോർട്ടർ TVയുടെ അരുണിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനെ ഒരു വിലയിരുത്താനൊന്നും തയ്യാറല്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇന്നതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കഥ എന്നുള്ളത് പറയേണ്ടതാണ്. നമുക്കറിയാം എല്ലാവരും BJPയിൽ പോകുന്നത് ഒരു ഡീലിൻ്റെ പുറത്താണ്. പോയവരുടെ ഡീല് നമ്മുടെ മാധ്യമങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ K മുരളീധരൻ്റെ പെങ്ങള് പത്മജ വേണുഗോപാൽ പോയതിന് ഒരു ഡീലുണ്ട്. K സുധാകരനെതിരെ കണ്ണൂരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോയതാളാണ്. അവിടെ PA പോയി. പക്ഷെ അവിടുത്തെ ഡീലൊന്നുമല്ല. ഇങ്ങനെ ഒരു ഡീല് ഉണ്ടാവാം, ഇല്ലാന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ തെളിവ് പുറത്തു വിടുന്നത് ശോഭാ സുരേന്ദ്രനാണ്. മനോരമ അതിനൊരു വേദി ഒരുക്കണം ഇന്റർവ്യൂവിനപ്പുറം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കി കഥകൾ കൂടിയുണ്ട്. അത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പറയുന്നത്. ലാവ്ലിൻ കേസിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാനാണുള്ളത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ വെളിപ്പെടുത്തേണ്ടതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തെളിവും ഇതുവരെ കയ്യിലില്ല എന്നുള്ളത് CBI പലവട്ടം പറഞ്ഞതാണ്. അതിലിനി തെളിവില്ല എന്ന് പറയാനായിട്ട് വേറെ എന്തെങ്കിലും പറയണോ എന്നുള്ളത് ആർക്കും അറിയില്ല. പിന്നെയുള്ളത് സ്വർണ്ണക്കടത്ത് കേസാണ്. കൊണ്ടുവരട്ടെ, കുറേ നാൾ അന്വേഷിച്ചതല്ലേ, അത് കൊണ്ടുവരട്ടെ. ബാക്കിയുള്ളത് മാധ്യമങ്ങളോടാണ്, ഏഷ്യാനെറ്റിനോടാണ്. നിങ്ങളുടെ ഡീല് കുറച്ചുകൂടി എടുത്ത് പുറത്തിടാം, കുറച്ചുകൂടി കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.